കോട്ടയം പാലായിൽ ഇടത് വലത് മുന്നണിക്കുള്ളിൽ ചേരിപ്പോര് രൂക്ഷമായി തുടരുകയാണ്. സ്വതന്ത്രക്ക പാർട്ടിയെ അടിയറവ് വെച്ച് എന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളുടെ വിമർശനം. അതേസമയം പാലായിലെ തോൽവിക്ക് പിന്നാലെ CPM കേരള കോൺഗ്രസ് പോരും രൂക്ഷമാകുകയാണ്. വലിയ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് പാലാ നഗരസഭയിലുള്ള ഭരണസാരഥികളെ തെരഞ്ഞെടുത്തത്. മുന്നണിക്കുള്ളിൽ ഉടലെടുത്ത പടലപ്പിണക്കം അതിരൂക്ഷമാണ്. സ്വതന്ത്രരുടെ പിന്തുണ തേടിയ നടപടിക്കെതിരെ UDF-നുള്ളിൽ ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. സ്വതന്ത്രരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പാർട്ടിയുടെ നിലപാടുകളെ ബലി കൊടുത്തു. ഈ നടപടി ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കി. അധികാരം നേടാൻ എന്തും ചെയ്യുമെന്ന പ്രതിച്ഛായയുണ്ടാക്കി. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം കനത്ത തിരിച്ചടിയുണ്ടാക്കും. എതിരാളികൾക്ക് രാഷ്ട്രീയായുധം നമ്മൾ തന്നെ കൊടുക്കുന്നു. ബിനു പുളിക്കക്കണ്ടവുമായുള്ള കൂട്ട് വരും നാളുകളിൽ പാർട്ടിക്ക് വലിയ ദോഷമുണ്ടാക്കുമെന്നും കോൺഗ്രസിലെ വിമർശകർ പറയുന്നു. അതേസമയം പാലാ നഗരസഭയിലെ ഭരണനഷ്ടം ഇടതുമുന്നണിക്കുള്ളിൽ അസ്വാരസ്യമുണ്ടാക്കുന്നു. പരാജയത്തിൽ CPM-ഉം കേരള കോൺഗ്രസും പരസ്പരം പഴിചാരുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വെളിപ്പാടകല നിൽക്കെ പ്രശ്നം കൂടുതൽ സങ്കീർണമാകാനാണ് സാധ്യത. സ്വന്തം മണ്ണിൽ നിന്ന് തന്നെ കേരള കോൺഗ്രസ് എമ്മിനുണ്ടായ പരാജയത്തിന് ജോസ് കെ മാണി നേരിട്ട് മറുപടി പറയേണ്ടി വരും. ജനം, കോട്ടയം.